ഞാൻ പറയുന്നില്ല, ഒരുപാട് നന്നായിട്ടുണ്ട്, വളരെ ഓവർവെൽംഡ് ആണ്. അപ്പൊ പറയുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ് പടത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും ഒരു സാധാരണ പ്രേക്ഷകനാണ്. ഇത് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഒരു സാധാരണ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ പടത്തിന്റെ ലെവല് ഇന്റർനാഷണൽ ലെവലാണ്. ഇത് വേറെ ആരും പറഞ്ഞതല്ല, ഇത് ഞാൻ ടിക്കറ്റ് എടുത്ത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുത്ത് എന്റെ സ്വന്തം അഭിപ്രായമാണ്. പടം വേറെ ലെവലാണ്, ഇന്റർനാഷണൽ ലെവലാണ് പടം. പടം ഒരു രക്ഷയില്ല. ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ടെന്നുള്ളൂ, ബാക്കി എവറിത്തിങ് വാസ് ഗുഡ്. ഡയറക്ഷൻ ആണെങ്കിലും പിന്നെ ഒരു പെർഫെക്റ്റ് ഒരു ഫിലിം കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ എന്നൊക്കെ പറയൂലേ, സാധാരണ ഫിലിം പോലെ അല്ല ഇത്. അത് തന്നെയാണ് സിനിമ. മാളികപ്പുറം സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് ഇതിൽ യൂത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. യൂത്തിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ നമുക്കറിയാലോ, ഒരുപാട് പടത്തിൽ വ്യത്യസ്തമായിട്ട് ഈ പടത്തിൽ ജഗദീഷ് ചേട്ടൻ നമ്മൾ വെറുത്ത് വാരിയിലാണ്. പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ബോഡി ഒക്കെ ആയിട്ട് ആക്കിയെടുക്കുക. അതിന്റെ ഒരു പ്രയോജനം പടത്തിൽ എന്തായാലും ക്രിസ്മസ് തൂക്കി ഉണ്ണിമോനെ പറയാനല്ലോ, നല്ല മാസല്ലേ, കൊല്ല മാസല്ലേ, വീട്ടിലും പടം വീട്ടിലും പടം. ഉണ്ണിമോനെ മാസം ഹനീഫാദിന്റെ ഡയറക്ഷൻ, മറ്റേ നിമ്പോളായിട്ടുള്ള പടം പൊട്ടിയില്ലേ, ഞാൻ തവണ അത് നമുക്ക് നമ്മളല്ലേ പറയാൻ പറ്റത്തില്ല. നമ്മളത്തെ വീട്ടിലാണ് അതൊന്നും പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, പടം കുഴപ്പമില്ല. കൊച്ചുപിള്ളേർക്കൊന്നും പറ്റത്തില്ല. അല്ലല്ല, നമ്മൾ ഡി ക്യു ഫാനാ. ഓൾറെഡി ഡി ക്യു ഫാൻ. അതൊന്നും മരിക്കുന്നത് നമ്മൾ ഡി ക്യു ഫാനായിരുന്നു. വേറെ സാധനമൊന്നുമില്ല നമുക്ക്. നമ്മൾ ഈ ലുക്കിൽ വരുന്ന കാര്യം വെച്ചാൽ ഉണ്ണിമോന് ഇഷ്ടമാണ്, അല്ല ഫാനൊന്നുമല്ല, ഇഷ്ടമാണ്. പിന്നെ ഈ ലുക്ക് നമ്മള് സ്കൂട്ടൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കിയാ എങ്ങനെയുണ്ട്. ഒരു നടനാൻ ആഗ്രഹിച്ചിരുന്ന ആളാ. എങ്ങനെയുണ്ട് നടന ലുക്കൊക്കെ ഉണ്ടോ? നമ്മൾ അവോയ്ഡ് ചെയ്ത് വിക്ടർ എന്റെ കൂടപ്പിറപ്പാണ്. അവനെ ഇല്ലാണ്ടാക്കിയവൻ ആരാണെങ്കിലും ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. അൻവാർ പടം മോനെ രക്ഷയില്ല. പിന്നെ നമ്മളോട് മലയാളത്തിലെ ഏറ്റവും വയലന്റ് മൂവി എന്നല്ല ഇതിനെ പറ്റി പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് അതിലും മേലെയാണ്. മലയാളത്തില് കണ്ടിട്ടില്ല എന്നല്ല, ഞാൻ വേറൊന്നിലും ഇത്ര അധികം കണ്ടിട്ടില്ല. എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് പേഴ്സണലി വയലൻസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ തിയേറ്ററിലൊക്കെ ഭയങ്കര കൈയടിയായിരുന്നു. ഉണ്ണിയുടെ സ്വാഗ് സീൻസ് ഒരു രക്ഷയില്ല. പിന്നെ എടുത്തു പറയേണ്ട ആളാരറിയോ, വില്ലൻ. നമുക്കില്ലേ ഇമോഷൻസ് ഇങ്ങനെ, അതാണ് പറഞ്ഞത്, നമുക്ക് വെറും അടിപിടി മാത്രമൊന്നുമല്ല, ഇമോഷണലി കണക്റ്റഡ് കൂടിയാണ് ഈ സിനിമ. ഫാമിലി ഓറിയന്റഡ് ആവും, ഫാമിലിക്ക് എന്തായാലും വന്നിട്ട് കാണാൻ പറ്റും. പിന്നെ എന്തുവാ പറയാ, രവി ബസ്റ്റുവിന്റെ മ്യൂസിക് ഒരു രക്ഷയിലാട്ടോ. നമ്മള് ആ സമയം ഇരുന്ന് കാണുന്നവരെ ഭയങ്കര രസമായിരിക്കും. ഒരു വൈബ് അടിച്ചിട്ട് കാണാൻ പറ്റും. ഇതിലെ പോയി തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. പിന്നെ നമുക്ക് ഗൂസ് ബംസ് അങ്ങനെയല്ലേ, പിന്നെ ഉറപ്പായിട്ടും അറിയാലോ. പിന്നെ എന്താ